നിരാശയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന ഒരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ഏത് സാഹചര്യങ്ങളുടെ നടുവിലും നിങ്ങളെ വിജയാളിയായി നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ഈ ചെറിയ സന്ദേശം അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചാലും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും തീർച്ച. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുമ്പോൾ ഒരു നിർജീവ അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടും. അതാണ് മരണം. നമ്മുടെ ശരീരത്തെ ജീവനോടെ നിലനിർത്തുന്ന ആത്മാവിന്റെ ഉടയവനായ ദൈവത്തോട് ഒരു കണക്ഷൻ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടിയ ഭക്ഷണം നാം കഴിക്കുന്നത് പോലെ തന്നെ ആത്മാവിന്റെ ഉടയവനായ ദൈവത്തിൽ നിന്ന് ആത്മീകമായ ഭക്ഷണം ആത്മീക മനുഷ്യന് ആവശ്യമാണ്. അത് ദൈവവചനത്തിലൂടെ ദൈവശബ്ദമായി നമ്മോട് ഇടപെടുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. മനസ്സ് മടുത്തിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മെ കൊണ്ട് വിജയകരമായ ഒരു ജീവിതം നയിക്കുക സാധ്യമല്ല. അതുകൊണ്ട് മനസ്സ് മടുത്തിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് ഇന്ന് മാറ്റം വരണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങളുടെ ഡെപ്ത് മറ്റാരും അറിഞ്ഞില്ല എങ്കിലും ഇന്ന് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വിഷയങ്ങളുടെ നടുവിൽ ഒരു നീക്കുപോക്ക് ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കും. പലപ്പോഴും നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് പല കാര്യങ്ങൾക്കും ഒരു പരിഹാരം വേണം എന്നുള്ളത് കൊണ്ടാകാം. എന്നാൽ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. എന്നാൽ അതുകൊണ്ട് തീരുകയില്ല. ഒരു നിത്യതയിലേക്ക് ദൈവം നിങ്ങളെ ഒരുക്കുകയും ചെയ്യും. ഈ ലോകം കൊണ്ട് തീരുന്നതല്ല ദൈവത്തോട് ചേർന്നുള്ള ജീവിതം. ഈ ലോകത്ത് വിജയകരമായി ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് തീരുകയില്ല. നിത്യതയിൽ ദൈവത്തോട് ചേർന്ന് ഒരു വാസമുണ്ട്. ആ പ്രത്യാശയാകണം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ബലം പകരേണ്ടത്. നാം നേടിയെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളോ നമുക്കുള്ള പണമോ ഇതൊന്നും ചില സമയങ്ങളിൽ ഉപകാരപ്പെട്ടുകൊള്ളണമെന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് യേശുവിനോട് ചേർന്ന് ജീവിപ്പാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചറിയുക തന്നെ ചെയ്യും. പല കാര്യങ്ങളും നമുക്കറിയുകയില്ല. അതറിയാവുന്ന ദൈവമാണ് നമ്മോട് കൂടെ ഇരിക്കേണ്ടുന്നതിന് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയത്. ഇനി ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം അടുത്തു വരുവാൻ തയ്യാറാണോ? ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത പാന്താവുകളിൽ നാം അനുഭവിച്ചറിയും. എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ഇല്ല ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകല്ല. കാരണം നിങ്ങളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയായി. മാനുഷിക വാക്കുകൾ ഹൃദയത്തെ തളർത്തുമ്പോൾ, ദൈവിക ശബ്ദം നാം കേൾക്കുവാൻ തുടങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യവും എന്തെന്നില്ലാത്ത ഒരു ശക്തിയും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. എഫെസ്യർക്ക് ലേഖനത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് അവിടെ നിർത്തുകയല്ല, തുടർന്ന ഭാഗം കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാ: ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും സ്തോത്രം ചെയ്തു ജീവിക്കണമെന്ന് ദൈവവചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉത്തേജിപ്പിക്കുന്നത് ഈ ലോകത്ത് കിട്ടുന്ന ഒരു ലഹരിയുമല്ല, മറിച്ച് ദൈവാത്മാവിന്റെ നിറവ് നമ്മിൽ ഉണ്ടാകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം അത് തന്നെയാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവിന്റെ നിറവിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നുവോ? ദൈവാത്മാവിനാൽ നിറയ്ക്കുവാൻ ഈ ദൈവം മതിയായവനാണ്. നമ്മുടെ ഹൃദയത്തിലെ ദാഹം, നമ്മുടെ ആഗ്രഹം ഈ ദൈവാത്മാവിനോടാണ് എങ്കിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവവേദലേ, നമ്മുടെ ജീവിതയാത്രയിൽ ഒരു നിന്നാപാത്രമാകുവാനല്ല ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശത്രുവിന്റെ മധ്യേ മേശയൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവ സാന്നിധ്യത്തിനായി നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് മാറ്റേണ്ടത് ആവശ്യമാണ്. ആത്മാവിൽ നിറയപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി
നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ജീവിതയാത്രയിൽ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ മുഖത്ത് നോക്കി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ അത് കേറ്റല്ലേ. യേശു നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ കയറാവൂ. ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെടുമ്പോഴാ ഹൃദയം വേദനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അർഹിക്കപ്പെട്ടത് പലതും മറ്റു പലരുടെയും ഇടപെടലുകൾ കൊണ്ട് നഷ്ടപ്പെടുമ്പോൾ വേദനിക്കല്ല. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. ധൈര്യമായിരിക്കണം. ദൈവിക മാന്യത നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. രാജാതിരാജാവും കർത്താതി കർത്താവുമായി ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഒരു സാധ്യതയുമില്ലാത്ത അസ്ഥിത്താഴ്വരയിലും നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമായി നിങ്ങൾ മാറ്റപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ കഴിയും. നിങ്ങളുടെ വാക്കുകൾ അവിടെ ജീവനായി വ്യാപരിക്കും. കാരണം യേശുവാ നിങ്ങളുടെ കൂടെയുള്ളത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കുന്നത്. നിങ്ങളുടെ വാക്കുകളിൽ ദൈവദൂതന്മാർ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത് നിങ്ങൾ തിരിച്ചറിയും. ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് നയിക്കപ്പെടുന്ന നിങ്ങളുടെ വാക്കിനു വേണ്ടി ദൂതന്മാർ കാത്തു നിൽക്കുകയാണ്. അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അധികാരത്തോടെ കൽപ്പിക്ക് ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഫലപുഷ്ടമായി മാറുന്നത്. ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടുവാൻ തുടങ്ങുന്നത്. ഇന്ന് കടന്നു പോകുന്ന വിഷയത്തിന്റെ അപ്പുറത്തുള്ള ദൈവിക നന്മകൾ നിങ്ങൾ കാണുവാൻ തുടങ്ങും. ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും. ശത്രു നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ദോഷമായത് നിരൂപിക്കുമ്പോൾ അതിനെ നിങ്ങൾക്ക് നന്മയ്ക്കാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. ഈ ദൈവശബ്ദത്തിന് മുമ്പാകെ ദൈവാത്മാവിനാൽ നിറയപ്പെടുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരികയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ദൈവജനത്തിന്റെ ജീവിത മേഖലകളിൽ വെളിപ്പെടുത്ത്. ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ ജനം തിരിച്ചറിയട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകലമാനം മഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, ദൈവാത്മാവിനാൽ നിറയപ്പെടുവാൻ നിങ്ങൾ തുടങ്ങുന്ന നിമിഷം മുതൽ ജീവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. തീർച്ച നിങ്ങളൊരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് ഈ സന്ദേശം നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.